പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് 2 എന്നതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ആൻസർ, ഗോപാൽ കൃഷ്ണ ഗോഖലെ വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ലാൻഡ് ടെനൂർ സിസ്റ്റം ദാറ്റ് ദ കോസ്റ്റ് ദ ചമ്പാരൻ സത്യാഗ്രഹ ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് കാരണമായ ഭൂവകുപ്പ് സംവിധാനം ഏത്? ആൻസർ, തിങ്കാധിക സിസ്റ്റം. മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സ്വരാജ് പാർട്ടി? സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആൻസർ, ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സ്വരാജ് പാർട്ടി. ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. നാലാമത്തെ ചോദ്യം, വിച്ച് വാസ് ദ സെഞ്ചർ ഓഫ് സാൾട്ട് സത്യാഗ്രഹ ഇൻ തമിഴ്നാട്? തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏത്? ആൻസർ, വേദരാന്യം. അഞ്ചാമത്തെ ചോദ്യം, ഹു ഓർഗനൈസ്ഡ് ദ ഫേമസ് ഖുദായി ഖിദ്മത്ഗർ സർവന്റ് ഓഫ് ഗോഡ് ഫോർ ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രശസ്തമായ ഖുദായി ഖിദ്മത്ഗാർ അഥവാ ദൈവത്തിൻ്റെ സേവകർ സംഘടന സ്ഥാപിച്ചത് ആര്? ആൻസർ ഈസ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ആറാമത്തെ ചോദ്യം, നെയിം ദ പ്രോഗ്രാം ദാറ്റ് ഇൻട്രൊഡ്യൂസ് ദ സെപ്പറേറ്റ് electorate for depressed communities in India. ഇന്ത്യയിൽ ദളിതർക്കായി പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലം സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അവതരിപ്പിച്ച പരിപാടി ഏത്? ആൻസർ, കമ്മ്യൂണൽ അവാർഡ്സ്. ഏഴാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്? AITUC. ഓൾ ഇന്ത്യ ട്രേഡ് ആൻഡ് യൂണിയൻസ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? AITUCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആൻസർ, ലാല ലജ്പത് റായ്. എട്ടാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ഫേമസ് ക്വൈറ്റ് ഇന്ത്യ മൂവ്മെന്റ് അനൗൺസ്? പ്രശസ്തമായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ആൻസർ, ഖവാലിയ ടാങ് മൈതാൻ. ഒമ്പതാമത്തെ ചോദ്യം, നെയിം ദ പേഴ്സൺ styled as the ambassador of Hindu-Muslim unity by സരോജിനി നായിഡു. സരോജിനി നായിഡു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അംബാസഡർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ആൻസർ, മുഹമ്മദ് അലി ജിന്ന. പത്താമത്തെ ചോദ്യം, ഹു റോട്ട് ദ ബുക്ക് കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ? കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ആൻസർ, ബിപിൻ ചന്ദ്ര. 11ാമത്തെ ചോദ്യം, ഗീവ് മീ യുവർ ബ്ലഡ് ആൻഡ് ഷാൽ ഗീവ് മീ യുവർ ഫ്രീഡം, ഹൂ സെഡ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്?
ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. 12ാമത്തെ ചോദ്യം, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ BR അംബേദ്കർ. 13ാമത്തെ ചോദ്യം, CSIR സ്റ്റാൻഡ്സ് ഫോർ? CSIR എന്നത് എന്തിൻ്റെ ചുരുക്കപ്പേരാണ്? ആൻസർ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. 14ാമത്തെ, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗമാണ് കോർണർ സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 3ാമത്തെ പാർട്ടായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കോർണർ സ്റ്റോൺ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, ദ വാഗൺ ട്രാജഡി വാസ് അസോസിയേറ്റഡ് വിത്ത്? വാഗൺ ട്രാജഡി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ മലബാർ റെബില്യൻ, മാപ്പിള റെബില്യൻ. മലബാർ കലാപം അഥവാ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1921 കേരളയിൽ നടന്ന മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിലൂടെ ലഭിക്കും. ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.